ഡെയിലി ന്യൂസ് സായന്ന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KSFE. ഹെങ്കോ റിസർച്ച് സെന്ററിലേക്ക് സ്വാഗതം. ഇത് പുള്ളിക്കാരന്റെ ഗിഫ്റ്റാ. 4 വാഷിൽ ഫെയ്ഡായി. ശരിക്കും സങ്കടമായി. നിങ്ങൾക്ക് വേണ്ടത് റെവല്യൂഷൻ ആണ്. പുതിയ ഹെൻകോ മാറ്റിക്. ഇതിന്റെ നാനോ ഫൈബർ ലോക്ക് ടെക്നോളജി ഇഴകളെ ലോക്ക് ചെയ്യുന്നു, തുണികളെ ഫേഡ് ആവാതെ സൂക്ഷിക്കുന്നു. പ്രൂഫ് മെഷീൻ ഫിൽറ്റർ നോക്കൂ. ഇനി ഇഴകളും പൊട്ടില്ല, സങ്കടവുമാവില്ല. ഹെൻകോ മാറ്റിക് വെറും വാഷ് അല്ല, കെയർ. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ സായന്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 4 വെള്ളിയാഴ്ച. വിവാദമായ കർഷക നിയമ ഭേദഗതിയിലൂന്നിയാണ് നാളെയും കേന്ദ്ര സർക്കാർ ചർച്ചയിൽ സംസാരിക്കുന്നതെങ്കിൽ സമരത്തിൽ നിന്ന് ഒരടി പോലും പിന്നോട്ടില്ലെന്ന് കർഷകർ. നിയമ ഭേദഗതി പിൻവലിക്കുന്നതിൽ കുറഞ്ഞ ഒരു സമവായ നീക്കത്തിനും തയ്യാറല്ലെന്ന ഉറച്ച നിലപാടിലാണ് കർഷക സംഘടനകൾ. രാജ്യത്ത് 3 കോവിഡ് വാക്സിനുകൾ പരീക്ഷണഘട്ടത്തിലാണെങ്കിലും ശാസ്ത്രജ്ഞരുടെ അനുമതി ലഭിച്ചാലുടൻ ആഴ്ചകൾക്കുള്ളിൽ വാക്സിനേഷൻ നൽകാൻ തുടങ്ങുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വാക്സിൻ വിതരണം നടത്തുമ്പോൾ കോവിഡ് മുന്നണി പോരാളികളായ ആരോഗ്യപ്രവർത്തകർ, മുതിർന്ന പൌരന്മാർ, ആരോഗ്യ പ്രശ്നമുള്ളവർ എന്നിവർക്ക് മുൻഗണന നൽകുമെന്നും അദ്ദേഹം സർവകക്ഷിയോഗത്തിൽ വ്യക്തമാക്കി. SNC ലാവ്ലിൻ കേസ് വീണ്ടും മാറ്റി. കൂടുതൽ സമയം വേണമെന്ന CBI ആവശ്യം കോടതി അംഗീകരിക്കുകയായിരുന്നു. തുടർച്ചയായി കേസ് മാറ്റുന്നതിൽ അതൃപ്തി അറിയിച്ച കോടതി ജനുവരി 7-നുള്ളിൽ അധിക രേഖകൾ നൽകണമെന്ന് CBIയോട് നിർദ്ദേശിച്ചു. കേസ് ജനുവരി 7-ന് പരിഗണിക്കും. സ്വർണ്ണക്കടത്ത് കേസിൽ നിർണായക വഴിത്തിരിവ്. ഡിപ്ലോമാറ്റിക് ചാനൽ വഴി കോടികളുടെ കള്ളപ്പണം പ്രമുഖർ ഗൾഫിലേക്ക് കടത്തിയെന്ന് കസ്റ്റംസ് കണ്ടെത്തൽ. പല പ്രമുഖരുടെയും പണം ഡിപ്ലോമാറ്റിക് ചാനൽ വഴി വിദേശത്തേക്കെത്തിയെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സ്വപ്നയുടെയും സരിത്തിന്റെയും മൊഴി പുറത്തുവന്നാൽ അവരുടെ ജീവന് ഭീഷണിയുണ്ടാകുമെന്ന് കസ്റ്റംസ് കോടതിയെ അറിയിച്ചത്. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷിന്റെ ശബ്ദരേഖ ചോർന്നതിലെ അന്വേഷണത്തെ ചൊല്ലി പോലീസും ജയിൽ വകുപ്പും തമ്മിൽ തർക്കമെന്ന് റിപ്പോർട്ടുകൾ. അന്വേഷണത്തിനുള്ള അനുമതി ആരു തേടും എന്നതിനെ ചൊല്ലിയാണ് തർക്കം. മൊഴി ചോർന്നതിൽ കേസെടുക്കാനാവില്ലെന്ന നിലപാടിലാണ് ഇപ്പോഴും പോലീസ്. ബുറേവി സംബന്ധിച്ച ആശങ്ക ഒഴിഞ്ഞെങ്കിലും മുൻകരുതൽ നടപടികൾ തുടരുമെന്ന് റവന്യൂ മന്ത്രി E. ചന്ദ്രശേഖരൻ. നാളെ പുലർച്ചെ വരെയുള്ള സമയം നിർണായകമാണ്. മാറ്റിപ്പാർപ്പിച്ചവർ അതാത് ഇടങ്ങളിൽ തന്നെ തുടരുമെന്നും മന്ത്രി. ട്രഷറി വകുപ്പിൽ വീണ്ടും തിരിമറി. അക്കൌണ്ടിനുള്ളതിനേക്കാൾ കൂടുതൽ തുക തിരുവനന്തപുരം ജില്ലാ ട്രഷറിയിൽ നിന്ന് ഇടപാടുകാരൻ പിൻവലിച്ചു. അതേസമയം പണം നഷ്ടപ്പെട്ടിട്ടില്ലെന്നും പലിശ കൂട്ടുന്നതിലെ സാങ്കേതിക പ്രശ്നമാണുണ്ടായതെന്നുമാണ് ട്രഷറി ഡയറക്ടറേറ്റിന്റെ വിശദീകരണം. മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ മാസം 10-ന് ചോദ്യം ചെയ്യും. 10-ന് ഹാജരാകാൻ ED നോട്ടീസ് നൽകി. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ 2ാംഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന ദിവസം തന്നെയാണ് ചോദ്യം ചെയ്യാനെത്താൻ ആവശ്യപ്പെട്ടിരിക്കുന്നതെന്നത് ശ്രദ്ധേയമാണ്. സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രനെ ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചതിൽ അസ്വാഭാവികമായി ഒന്നുമില്ലെന്ന് A. വിജയരാഘവൻ. ഏതാളിനെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാൻ കേന്ദ്ര ഏജൻസികൾക്ക് അധികാരമുണ്ട്. അതിനെ മറ്റു തരത്തിൽ CPM കാണുന്നില്ല. ഒരാളെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതുകൊണ്ട് അയാൾ കുറ്റവാളിയാകുന്നില്ലെന്നും വിജയരാഘവൻ അഭിപ്രായപ്പെട്ടു. ലൈഫ് മിഷൻ ക്രമക്കേട് കേസിലെ പ്രതികളുടെ വാട്സ്ആപ്പ് സന്ദേശങ്ങളടക്കം കേന്ദ്ര ഏജൻസികൾ വിജിലൻസിന് നൽകും. കേന്ദ്ര ഏജൻസികൾ ശേഖരിച്ച ചാറ്റുകൾ വിജിലൻസിന് കൈമാറാൻ NIA കോടതി അനുമതി നൽകി. സംസ്ഥാന സർക്കാരിന്റെ ക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രചാരണം ശക്തമാക്കാൻ ദേശീയ ഏജൻസികൾ വരുന്നു. സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്ന സാഹചര്യത്തിൽ ഇനിയൊരു സോഷ്യൽ മീഡിയ ദേശീയ ഏജൻസിയെ കൂടി നിയമിക്കുന്നത് ചർച്ചയാവുകയാണ്. ഈ രാക്ഷസ കൊതുകുകൾ ഇതെപ്പോൾ എത്ര വരുമെന്ന് ആർക്കറിയാം. അതിനാൽ അവതരിപ്പിക്കുന്നു മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് മെഷീൻ. ഇത് കൊതുകുകൾ സാധാരണ വരാറുള്ള സമയമനുസരിച്ച് അറ്റാക്ക് അല്ലെങ്കിൽ പ്രൊട്ടക്ട് മോഡിൽ ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. അതായത് ലിക്വിഡ് വേസ്റ്റ് ആകുന്നില്ല. ഇനി ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് നോ മോഡ് ചേഞ്ച്. ഇന്ത്യ വിശ്രമിച്ചോളൂ. മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് ഇന്റലിജന്റ് പ്രൊട്ടക്ഷൻ. പ്രൈസ് വാട്ടർ കൂപ്പേഴ്സിന് 2 വർഷത്തെ വിലക്കേർപ്പെടുത്തിയ സംസ്ഥാന സർക്കാർ നടപടി ഹൈക്കോടതി താൽക്കാലികമായി സ്റ്റേ ചെയ്തു. തങ്ങളെ കേൾക്കാതെയാണ് സർക്കാരിന്റെ തീരുമാനം എന്ന PwCയുടെ വാദം അംഗീകരിച്ചാണ് സിംഗിൾ ബെഞ്ചിന്റെ നടപടി. നിർണായകമായ ഹൈദരാബാദ് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ബാലറ്റുകൾ എണ്ണിത്തുടങ്ങിയപ്പോൾ തെലങ്കാന രാഷ്ട്രസമിതിക്ക് മുൻതൂക്കം എന്ന് റിപ്പോർട്ടുകൾ. പോസ്റ്റൽ വോട്ടുകൾ എണ്ണിയുള്ള ആദ്യ ഫലസൂചനകൾ വന്നപ്പോൾ BJPക്കായിരുന്നു മുൻതൂക്കം. BJPയും AIMIM നിർണായക സീറ്റുകൾ നേടുമെന്നാണ് വിലയിരുത്തലുകൾ. മഹാരാഷ്ട്ര നിയമസഭാ കൌൺസിലിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ BJPക്ക് തിരിച്ചടി. 6 സീറ്റുകളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ 4ഇടത്ത് കോൺഗ്രസ് NCP ശിവസേന സഖ്യം വിജയിച്ചു. ഒരിടത്ത് മാത്രമാണ് BJPക്ക് വിജയിക്കാനായത്.
രാഹുൽ ഗാന്ധിയുടെ നേതൃപാടവത്തിൽ സ്ഥിരതയില്ലെന്ന വിമർശനവുമായി NCP അധ്യക്ഷൻ ശരത് പവാർ. രാഹുലിനെ നേതാവായി രാജ്യം സ്വീകരിക്കുമോ എന്ന ചോദ്യത്തിനുള്ള മറുപടിയായാണ് ശരത് പവാർ ഇത്തരമൊരു വിമർശനമുന്നയിച്ചത്. മന്ത്രിയുടെ അത്താഴവിരുന്നിനുള്ള ക്ഷണം നിരസിച്ചതിനെ തുടർന്ന് വിദ്യാബാലൻ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തടഞ്ഞതായി ആരോപണം. വിദ്യയുടെ ഷെർണി എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗാണ് മധ്യപ്രദേശിൽ തടഞ്ഞത്. മധ്യപ്രദേശ് പ്രവാസികാര്യമന്ത്രി വിജയ് ഷായാണ് വിദ്യാബാലനെ അത്താഴവിരുന്നിനെ ക്ഷണിച്ചത്. എന്നാൽ മന്ത്രിയുടെ ക്ഷണം വിദ്യ നിരസിക്കുകയായിരുന്നു. വയോധികരുടെ വീട് തെരഞ്ഞുപിടിച്ച് മോഷണം നടത്തുകയും നിരവധി പേരെ വെടിവെച്ച് കൊലപ്പെടുത്തുകയും ചെയ്ത സൈക്കോ കില്ലറെ പോലീസ് വെടിവെച്ചു കൊന്നു. സൈക്കോ കില്ലറെന്ന് മധ്യപ്രദേശ് പോലീസ് വിശേഷിപ്പിക്കുന്ന ദിലീപ് ദേവാലാണ് പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടത്. നിരക്കുകളിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക് ധനനയ സമിതി വായ്പാ നയം അവലോകനം ചെയ്തു. റിപ്പോ നിരക്കുകൾ മാറ്റമില്ലാതെ തുടരും. നിലവിൽ 4% റിപ്പോ നിരക്ക്. ഇതോടെ ബാങ്ക് പലിശ നിരക്ക് തൽക്കാലത്തേക്ക് കുറയില്ല. ഇന്ത്യയിലെ കർഷക പ്രതിഷേധത്തിൽ ആശങ്ക പ്രകടിപ്പിച്ച കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ പരാമർശത്തിൽ പ്രതിഷേധമറിയിക്കാൻ കനേഡിയൻ ഹൈക്കമ്മീഷണറെ ഇന്ത്യ വിളിച്ചുവരുത്തി. ട്രൂഡോയുടെ പരാമർശം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തെ ഗുരുതരമായി ബാധിക്കുമെന്ന് ഇന്ത്യ ഹൈക്കമ്മീഷണർക്ക് മുന്നറിയിപ്പ് നൽകി. 100 ദിവസം നിർബന്ധമായും മാസ്ക് ധരിക്കാൻ അമേരിക്കൻ ജനതയോട് ആവശ്യപ്പെടുകയായിരിക്കും താൻ അധികാരമേറ്റെടുത്താൽ ആദ്യം ചെയ്യുന്ന നടപടിയെന്ന് നിയുക്ത പ്രസിഡന്റ് ജോ ബൈഡൻ. ഭരണകേന്ദ്രങ്ങളിലും ആഭ്യന്തര പൊതുഗതാഗത സംവിധാനങ്ങളിലും മുഖാവരണം നിർബന്ധമാക്കുമെന്നും ബൈഡൻ അറിയിച്ചു. ഇന്ത്യക്കെതിരായ 2020-ൽ ഓസ്ട്രേലിയയ്ക്ക് 162 റൺസ് വിജയലക്ഷ്യം. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 161 റൺസ് നേടി. KL രാഹുൽ നേടിയ 51 റൺസും 23 പന്തിൽ 44 റൺസ് നേടിയ രവീന്ദ്ര ജഡേജയുമാണ് ഇന്ത്യയെ തകർച്ചയിൽ നിന്ന് രക്ഷിച്ചത്. സഞ്ജു സാംസന് 23 റൺസ് മാത്രമാണ് നേടാനായത്. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് സായന്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. The Daily News.in വാർത്തകൾ വിരൽ തുമ്പിൽ.